കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുമാത്രമല്ല നേരിൽ കണ്ടതാണ്. നടു റോഡിൽ, ഇവിടെ തിരുവനന്തപുരം വഞ്ചൂരിൽ നടു റോഡിൽ സ്റ്റേജ് കെട്ടി പാർട്ടി സമ്മേളനം നടത്തിയപ്പോൾ എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ് പൊതുജനങ്ങൾക്കുണ്ടായതെന്ന്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വേദിയിൽ പ്രസംഗിച്ച CPM സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങളെല്ലാം വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ അതെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ വിമർശനം. ഇന്നലെ വൈകിട്ടാണ് CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചൂരിൽ വഴി തടഞ്ഞുകൊണ്ട് സ്റ്റേജ് കെട്ടിയത്. മണിക്കൂറുകളോളം ജനം വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത് വാർത്തയാക്കിയതാണ് സെക്രട്ടറിയെ ചൊടിപ്പിച്ചത്. വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടുന്നതാണോ കമ്മ്യൂണിസം? ആദ്യം MB ഗോവിന്ദൻ ഇന്നലെ ആ വേദിയിൽ പറഞ്ഞത് എന്തൊക്കെയാണ് എന്നൊന്ന് കേൾക്കാം. അല്ലാണ്ട് അവിടെ ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല. ഇതാ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇമാതിരിയാണ് നമ്മുടെ ഇപ്പൊ ഇവിടെ ചില മാധ്യമങ്ങൾ അങ്ങ് അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും അബദ്ധം പറയുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇവര് എൻ്റെ പ്രസംഗം കൊടുക്കാനോ നമ്മുടെ സമ്മേളനത്തിന്റെ വാർത്ത കൊടുക്കാനോ, നമ്മുടെ സമ്മേളനത്തിന് ആവശ്യമുള്ള പ്രചരണം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, നേരത്തെ കിട്ടിയിട്ടുണ്ട്. നന്നായില്ലേ അല്ലേ? നല്ല പ്രചരണമാണ് കിട്ടിയത്. സമ്മേളനങ്ങൾ ചേരാൻ പോവാണ്, റോഡിന്റെ സൈഡിലല്ല, റോഡിൽ തന്നെയാണ് കുഴിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ വാർത്ത നേരത്തെ വന്നിട്ടുണ്ട്. നല്ലത്. എല്ലാറ്റിനും ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ മാധ്യമങ്ങൾക്ക് അത് അറിയില്ല. എല്ലാറ്റിനും ഒരു വൈരുദ്ധ്യാത്മകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു നെഗറ്റീവ് അതിൻ്റെ കൂടപ്പുറപ്പായിട്ട് തന്നെയുണ്ട്. നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ നെഗറ്റീവിൻ്റെ ഒപ്പം തന്നെ ഒരു പോസിറ്റീവും ഉണ്ട്. ഇവരെ യഥാർത്ഥത്തിൽ ഇവരാ പ്രതിപക്ഷം. പിടി സതീശനെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് സതീശൻ? അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിക്കും ഉള്ളത് തന്നെയാണ്. മാധ്യമങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന്. മാധ്യമങ്ങളെ എല്ലാ കാലത്തും പ്രതിപക്ഷമായി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു മാധ്യമം ആ സമൂഹത്തിൽ ഉണ്ടോ എന്നതിൽ അർത്ഥമുള്ളൂ. AK സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സ്റ്റെഫിൻ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് പാർട്ടി സെക്രട്ടറിയുടെ അവർ തന്നെ വേദി കെട്ടുന്നു റോഡ് തടഞ്ഞുകൊണ്ട്. അവരുടെ പോലീസിനെ നോക്കുകുത്തിയെ നിൽക്കുന്ന അവരുടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടമാടിയത്. പിന്നീട് കേസെടുക്കുന്നു. അതിന് മാധ്യമങ്ങൾക്ക് പഴിയും. മാധ്യമങ്ങൾക്കുള്ള പാർട്ടി സെക്രട്ടറിയുടെ പ്രത്യേകിച്ചും MB ഗോവിന്ദൻ്റെ ഇത്തരത്തിലുള്ള വിമർശനം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. സാധാരണഗതിയിൽ എന്ത് വാർത്ത ഇങ്ങനെ നൽകിയാലും CPMന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് LDFനൊക്കെ എതിരായിട്ട് അവർ ചെയ്യുന്ന ചില പ്രവർത്തികളിൽ വാർത്ത നൽകി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്. മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ്, അത് CPMനെ തകർക്കുന്നതിന് വേണ്ടിയാണെന്നൊക്കെ പറയാറുണ്ട്. അതുമാത്രമേ ഇതിൽ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 മണി നേരമാണ്. നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ പറ്റും. ആ ഭാഗത്ത് കുറച്ച് ഗതാഗത കുരുക്കുണ്ട്. ഒരു ആംബുലൻസിന് അവിടെ വന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ എന്തായിരുന്നു ഈ റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു ആംബുലൻസ് എത്ര ദുഷ്കരമായാണ് ആ NH ഭാഗത്തേക്ക് കടന്നു പോകാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഈ കാണുന്ന റോഡ് കെട്ടിയടച്ചതുകൊണ്ട് ഇത്തരത്തിൽ ആംബുലൻസുകളൊക്കെ തന്നെ മറുഭാഗത്തുള്ള ആ ഒരു വശത്തുകൂടി 2 ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വഴി ഒന്ന് നോക്കൂ. ഈ വഴി ഇപ്പോൾ വാഹനങ്ങൾക്ക് കൃത്യമായി സുഗമമായി തന്നെ പോകാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലെ ഒന്ന്, അതായത് NHലേക്ക് പോകണമെങ്കിൽ ആ രീതിയിൽ തിരിഞ്ഞു പോകാം, ജനറൽ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പോകാം, നിരവധി ആംബുലൻസുകൾ പോകുന്ന റോഡാണ്, സ്കൂളുകൾ നിരവധിയുള്ള റോഡാണ്. ഒപ്പം കോടതിയുടെയും പോലീസിൻ്റെയും കൺമുന്നിലായിരുന്നു ഈ നിയമലംഘനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതെല്ലാം നടത്തുമ്പോഴും അത് ആ ഒരു നിയമലംഘനം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എടുക്കുന്ന ആ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ്. ഇത് ഒരു പാർട്ടിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള CPMനെതിരായിട്ട് നടത്തിയ ഒരു വാർത്ത മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഏത് പാർട്ടി ചെയ്താലും, കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും ഇത് തെറ്റ് തന്നെയാണ് എന്ന് മാധ്യമങ്ങൾ പറയും. പക്ഷേ ഇപ്പോൾ ഇത് CPMനെതിരായിട്ടുള്ള പ്രചാരവേലയാക്കി മാറ്റുന്ന യഥാർത്ഥത്തിൽ CPM തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ഈ കൃത്യമായി ഈ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു ഏരിയ സെക്രട്ടറി പറയുകയാണ് നിയമങ്ങൾ ഇവിടെ നിയമലംഘനം നടന്നിട്ടില്ല, കൃത്യമായ അനുമതി വാങ്ങിയിട്ടാണ് നടത്തിയത്, പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നു, പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മൾ ഇത്തരം വാർത്ത കൊടുക്കുന്നത് കൊണ്ട് ഈ ഏരിയ സമ്മേളനത്തിന് വലിയ രീതിയിൽ പ്രചാരണം ലഭിച്ചു എന്നുള്ളതാണ്. ആ രീതിയിലല്ലല്ലോ. നോക്കൂ, അവരവിടെ ഒരു പക്ഷേ ആ സമ്മേളനം നടത്തുന്ന സമയത്ത് പോലും അവരുടെ ഉള്ളിലുണ്ടാകാം ഇത്രത്തോളം വലിയ പ്രശ്നമുണ്ട് ആ ഏരിയയിൽ നിന്ന്. പ്രത്യേകിച്ച് ഈ വഞ്ചൂർ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ എത്രത്തോളം വലിയ പ്രശ്നമാണ് എന്ന് നേരിട്ട് അറിയാവുന്നത് നമ്മളാണ്. നമ്മുടെ മാതൃഭൂമി ഓഫീസ് തന്നെ വഞ്ചൂർ
വഞ്ചൂരിന് തൊട്ടടുത്താണ്. രാവിലെ തന്നെ വൈകുന്നേരം സ്കൂളൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. അവിടെയാണ് ഈ സ്റ്റേജ് കെട്ടി വഴി തടഞ്ഞു ഒരു വെയിലൂടെ മാത്രം വിടുന്നത്, അതും പോലീസിന്റെ തൊട്ട് ഫ്രണ്ടിൽ. CPM-ന് ബോധ്യമില്ലാഞ്ഞിട്ടല്ലല്ലോ ഇങ്ങനെ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് തടി തപ്പുന്നത്. തീർച്ചയായിട്ടും പൂജ, കാരണം ഇതിന് എന്ത് ന്യായീകരണം പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കോ പറയാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും അവർക്ക് തടിയൂരാൻ കഴിയുന്നത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ CPM-നെ വിമർശിക്കുന്നു, മാധ്യമങ്ങൾക്ക് മേളിൽ പഴി ചാരിക്കൊണ്ട് തടിയൂരുക എന്ന് തന്നെയാണ് CPM നീക്കമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വന്ന പാർട്ടി പ്രവർത്തകരോട് തന്നെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പറയുകയാണ് ഈ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നടക്കം പറയുന്നു. പക്ഷേ പോലീസിൽ നിന്ന് ബന്ധപ്പെടുമ്പോൾ അനുമതി വാങ്ങിയിട്ടില്ല. ഒപ്പം തന്നെ പോലീസ് ഇന്നലെ രാത്രിയിൽ ഒരു കേസെടുത്തിട്ടുണ്ട്. 500 പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ആരെയും തന്നെ പ്രതി ചേർത്തുകൊണ്ടുള്ളൊരു കേസല്ല. ആ കേസിൻ്റെയൊക്കെ ഭാവി എന്താകുമെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ അവസാനമാകേണ്ടി വന്നു കേസെടുക്കാൻ. പോലീസ് സ്റ്റേഷന് മുൻപിൽ നടന്നിട്ടുള്ള സംഭവമാണ്, കോടതിക്ക് മുൻപിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ആ തരത്തിൽ ഇടപെടുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഒരു കേസെടുക്കാൻ പോലും കേരള പോലീസിന് സാധിച്ചുള്ളൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം.